നമസ്കാരം. മലയാളി വാർത്ത സ്പെഷ്യലിലേക്ക് കേറി പോന്നോളി. അതെ അതെ, അമ്മയാണ് മുകേഷ് സഖാവെ ആകെ പ്രശ്നമാക്കിയത്. എങ്ങനെ നടന്നിരുന്ന മനസ്സിന് ഇപ്പൊ കൊല്ലത്ത് കേറാൻ പറ്റാതെ അനാഥനെ പോലെ അലയുകയാണ്. കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്നൊരു ചൊല്ലുണ്ടല്ലോ, അത് മാറ്റിയടെ. കടകയിൽ മുട്ടിയാൽ കൊല്ലത്ത് കേട്ടൂല എന്നാക്കിയിട്ടുണ്ട്. സഖാവിനെ പറഞ്ഞിട്ടും കാര്യമില്ല. ലേസിനും കപ്പലണ്ടിക്കും വരെ തല്ലുണ്ടാക്കുന്നവരാണ്. സഖാവിനെ കയ്യിൽ കിട്ടിയാൽ അവർ കോത്തി അരിഞ്ഞ് ഷവർമ്മയ്ക്ക് വെക്കും. അതേ സുഹൃത്തുക്കളെ, കേരളം ഇളക്കി മറിച്ച സഖാവിന്റെ മുട്ടുകഥ അങ്ങാടി പാട്ടായതോടെ കഥകൈ മുട്ടി സഖാവേ എന്നാണ് നാട്ടുകാരുടെ പേര്. ഷെടാ, ഒന്ന് കഥകയെ മുട്ടുന്നത് ഇത്ര വലിയ തെറ്റാണോ ഇത്? വെറും ഒരു കഥകയിൽ മുട്ടി സഖാവിനെ പീഡകനെന്ന് വിളിച്ചില്ലേ നിങ്ങൾ? പീഡകനെന്ന് വിളിച്ചില്ലേ? അങ്ങനെ വിളിക്കാൻ പാടുണ്ടോ? അണ്ണൻ ഒരു സെലിബ്രിറ്റി അല്ലേ? അല്ലേലും ഈ ലോകം ഇങ്ങനെ കലാകാരന്മാരെ ലോകം വികാര ജീവികൾ എന്ന് വിളിച്ച ചരിത്രമേ ഉള്ളൂ സഖാവേ. മുട്ടിയതോ പോട്ടെ, അല്ല പ്രയോജനം ഉണ്ടായോ? അതുമില്ല. ആട്ടല്ലാതെ ഒന്നും കിട്ടിയില്ലെന്നാ. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു. മുട്ടുന്നു, തുറക്കുന്നു, പിന്നെ ജിങ്കാലല്ല ലെട്ട് കൊട്ടിയത് മാത്രം വെച്ചു. മുട്ടുകഥ കരക്കമ്പി ആയതും മനുഷ്യന്മാരുടെ മുഖത്ത് നോക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് സഖാവ് ഇപ്പോൾ. കൊല്ലത്തെ സഖാവിന്റെ അയൽ വീട്ടുകാരൊക്കെ ജാഗരൂകരാണ്. അതായത് പെണ്ണുങ്ങളൊക്കെ ഉണ്ടല്ലോ, എപ്പോഴാ സഖാവിന് മുട്ടുന്നേന്ന് പറയാൻ പറ്റൂല. കൊല്ലമെന്ന് കേട്ടാൽ അഭിമാന പൂരിതമാകണമെന്തരംഗം. കുണ്ടറ അണ്ടിയ പീസ് എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര ഞരമ്പുകളിൽ. ആ ലൈനായിരുന്ന സഖാവിനെ കൊല്ലത്തുനിന്ന് അടിച്ചിറക്കിയില്ലേ നിങ്ങള് ബ്ലാഡി ഗ്രാമവാസീസ്. അണ്ണനിപ്പോൾ കൊല്ലത്ത് പോണത് ദിങ്ങനെ. ആരേലും ഒന്ന് പറഞ്ഞു കൊണ്ടടെ അണ്ണന് കഥകൈ മുട്ടിക്ക് മുൻകൂർ ജാമ്യം കിട്ടിയെന്ന്. കോടതിയിൽ നിന്ന് ഗപ്പൊക്കെ കൊടുത്തു. ഇനിയായാലും കൊല്ലത്ത് കയറാൻ സമ്മതിക്കടേ അണ്ണനെ. കഥകയിൽ മുട്ടിയതിന് തെളിവുണ്ടോ? മുണ്ട് പൊക്കി കാണിച്ചതിന് തെളിവുണ്ടോ? അങ്ങനെ എന്തേലും തെളിവുണ്ടോടെ കയ്യില്? ഒരു MLA ആയ എനിക്ക് പക്ഷേ വിലയല്ലേ നീയൊക്കെ കൂടെ തരുന്നത്? ആര് കൂടെ നിന്നില്ലേലും പിണറായി മുത്തപ്പൻ കൂടെ നിൽക്കും. അതാണ് സഖാവിന്റെ ഒരു കോൺഫിഡൻസ്. അയ്യടാ മോനെ. മുകേഷ് സഖാവിന് മുൻകൂർ ജാമ്യം കൊടുത്ത കോടതി നമ്മളിപ്പോ പൂട്ടിക്കുമെന്ന് പറഞ്ഞ് സ്ത്രീപക്ഷമാണ് നമ്മളെന്ന് തള്ളിക്കൊണ്ട് വന്ന മുഖ്യനും ടീമും പ്ലേറ്റ് മാറ്റിയിട്ടുണ്ട്. സ്വാഭാവികം. കോടതി ഉത്തരവിനെതിരെ അപ്പീൽ നൽകില്ല. ടൈമില്ല, ഒരുപാടുണ്ടല്ലോ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതൊക്കെ. അതിന്റെ ഇടയിൽ ഇതൂടെ വയ്യെന്ന്. ആഭ്യന്തരം കത്തിച്ചിട്ടാണേലും മുകേഷിനെ രക്ഷിച്ചില്ലേ? ആഭ്യന്തര മന്ത്രിയാണ് ഹീറോ. മൂട്ടിൽ തീ പിടിപ്പിച്ചിട്ട് നാട് മുഴുവൻ ഓടി നടന്ന് ഇവര് കത്തിക്കും. എന്നിട്ട് ഇവര് തന്നെ വെള്ളം ഒഴിച്ച് തീ കെടുത്തുകയും ചെയ്യും. വല്ലാത്ത ജാതി ജീവിതം തന്നെ കേട്ടോ. ഇതുവരെ കേരളം കത്തിച്ചത് മുകേഷ് സഖാവിന്റെ കുൽസിത കഥകളായിരുന്നില്ലേ? അതിപ്പോൾ ഒതുക്കി. ഇല്ലേ പടിവാളിയനെ വേണേ ഞാൻ രാജിവെക്കാൻ കേട്ടോന്ന് മുകേഷ് സഖാവ് അന്നൊന്ന് പറഞ്ഞായിരുന്നു. വേണ്ട, തൽക്കാലം തലസ്ഥാനത്തങ്ങ് ഒളിച്ചിരുന്നാ മതിയെന്ന് CPM കട്ടായം പറഞ്ഞു. അത് എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല മുകേഷേ. കൊല്ലത്ത് ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ ഇടത് സ്ഥാനാർത്ഥിയെ നാട്ടാര് പറങ്ങാണ്ടി തല്ലുന്ന പോലെ എടുത്തിട്ട് തല്ലും. തോറ്റു തുന്നം പാടി മോങ്ങേണ്ടി വരും. അത്തരം ഒരു ഗതികേട് ഈ ഇല്ലത്തിനുണ്ടാകരുത്. ഇനി ആരോടെയും കഥകയിൽ മുട്ടിന്ന് അറിഞ്ഞ അമ്മയുടെ കാര്യവാരി നിലത്തടിക്കുന്നതാണ് ഗോവിന്ദന്റെ അന്ത്യശാസനം. ഇതങ്ങനെ പാർട്ടിയെ പേടിച്ച് ഒതുക്കി. മുകേഷ് സഖാവിനെ കൊല്ലത്ത് കണ്ടാൽ ചാണകവെള്ളം ഒഴിക്കുമെന്ന് പെണ്ണുങ്ങൾ പറഞ്ഞേക്കുന്നത്. ഈ പെണ്ണുങ്ങളൊക്കെ എന്താണോ ഇങ്ങനെ? ഒന്ന് സഹകരിക്കണ്ടേ ഇവര്? പറ്റിച്ചേ, ഞാൻ അങ്ങോട്ട് വരൂലട തിണ്ടികളേന്ന് അണ്ണൻ. കൊല്ലം പോയാൽ തിരുവനന്തപുരത്ത് പിടിക്കും അണ്ണൻ. അണ്ണന് വലിയ പിടിപാടാ. അതെ, വലിയ പിടിപാടാ. അണ്ണന്റെ പിടിപാടുകളെ കുറിച്ച് കുറച്ചുകൂടെ സംസാരിക്കാനുണ്ട്. അപ്പൊ കാണാം.